നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 685th day. Today, 4th sloka of Pradhama Skandha, 6th chapter. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 685 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. പ്രാകൽപവിഷയാമേധാം സ്മൃതിം സേ സുരസത്തമാ നഹ്യേഷ വ്യവധാത്കാല യേഷ സർവനിരാകൃതി. ഓം തത്സത്. പ്രാകൽപവിഷയാമേധാം സ്മൃതിം തേ സുരസത്തമാ നഹ്യേഷ വ്യവധാത്കാല യേഷ സർവനിരാകൃതി. ഓം തത്സത്. പ്രാകൽപ വിഷയാമേധാം സ്മൃതിം തേ സുരസത്തമ നഹ്യേഷ വ്യവധാത് കാല യേഷ സർവ നിരാകൃതി. അതായത് സുരസത്തമ, ഹേ ദേവശ്രേഷ്ഠ, തേ അങ്ങേക്ക്, പ്രാകൽപ വിഷയ പൂർവകൽപ്പത്തെ ഉണ്ടായിരുന്നത്, അതായത് പൂർവകൽപ്പത്തിൽ സംഭവിച്ചതായ ആശ്രയിച്ചിരുന്നതായ ഏതാം സ്മൃതി ഈ ഓർമ്മയെ, സർവനിരാകൃതി എല്ലാം നിരാകരിക്കുന്ന, സർവം എന്ന് പറഞ്ഞാൽ എല്ലാം, നിരാകൃതി നിരാകരിക്കുന്ന ഇല്ലാതാക്കുന്ന, ഏഷക്കാല ഈ കാലം, നഹി വ്യവധാത്, നഹി എന്ന് പറഞ്ഞാൽ ഇല്ലല്ലോ എന്നർത്ഥം, വ്യവധാത് മറച്ചില്ലല്ലോ, നഹി വ്യവധാത് മറച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. വ്യാസഭഗവാൻ നാരദരോട് വീണ്ടും പറയുന്നതാണ്, ചോദിക്കുകയാണ്, അല്ലയോ ദേവമുനെ, ഈ ദാസീപുത്രാവസ്ഥ കഴിഞ്ഞ കഴിഞ്ഞ യുഗത്തിൽ ഉണ്ടായതാണല്ലോ, കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ച കാര്യമാണല്ലോ. അത് ഇത്രയധികം കാലം കഴിഞ്ഞിട്ടും അവിടുന്ന് ആ ഓർമ്മ നശിച്ചു പോയിട്ടില്ലല്ലോ. അത് ഓർമ്മ നശിക്കാതിരിക്കുന്നതിന് എന്താണ് കാരണം? സർവത്തെയും നശിപ്പിക്കുന്നതാണ് കാലം. കാലം എല്ലാറ്റിനെയും ഇല്ലാതാക്കും, അത് നമ്മുടെ ഓർമ്മയെയും ഇല്ലാതാക്കും. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നടന്നതായ കാര്യം, കഴിഞ്ഞ കാലത്തിൽ നടന്നതായ കാര്യങ്ങൾ എങ്ങനെയാണ് നാരദർ ഓർത്തെടുക്കുന്നത്? ആ ഓർമ്മ നിങ്ങൾക്ക് നശിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നത് നശിക്കാതിരിക്കാൻ എന്താണ് കാരണം എന്ന് അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ ഓർമ്മ നിങ്ങൾക്ക് നശിച്ചിട്ടില്ലല്ലോ എന്ന് ഇവിടെ വ്യാസർ നാരദരോട് പറയുന്നത്. നാരദർ തൻ്റെ പൂർവ്വജന്മത്തിലെ കഥയായിരുന്നു പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ആ കഥയിൽ ആ ഓർമ്മകൾ നശിക്കാതിരിക്കുവാൻ എന്താണ് കാരണം എന്ന് വ്യാസർ ചോദിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. പ്രാകൽപ്പം എന്ന് പറഞ്ഞാൽ പൂർവം, കൽപ്പം പൂർവകൽപ്പത്തിൽ, വിഷയാമേധാം ആ സമയത്ത് ഉണ്ടായ വിഷയങ്ങൾ, കാര്യങ്ങൾ, ആ കാലത്ത് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ, സ്മൃതി ഓർമ്മ, അങ്ങനെയാണ് പറയുന്നത്. ഓം തത്സത്. പ്രാകൽപ വിഷയാമേധാം സ്മൃതിം തേ സുരസത്തമാ നഹ്യേഷ വ്യവധാത് കാല യേഷ സർവനിരാകൃതി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്. കണ്ണപ്പുതാവും. ഓം